സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ പട്ടാളത്ത് പോകുമ്പോൾ വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ളവരാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഒരു 15 വർഷം 20 വർഷം സർവീസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളവിടെ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പഠിച്ചത് കൊണ്ടൊന്നല്ല, അത് വലിയ ഒരു അനുഭവത്തിൻ്റെയും സഹനത്തിൻ്റെയും രാജ്യത്തെ നോക്കിയതിൻ്റെയും ഒരു ഫലമായിട്ട് ഒരു ഡിസിപ്ലിൻ, നല്ല ഒരു ഒരു ഉത്തരവാദിത്തം, അങ്ങനെ എല്ലാം കണ്ടുകൊണ്ടാണ് ആ ഒരു ഡിഗ്രി നമ്മുടെ കയ്യിൽ തരുന്നത്. അത് വാങ്ങി 40-45 വയസ്സിൽ ഞങ്ങൾ നാട്ടിലെത്തി. ഇന്നത്തെ ഈ ഒരു തലമുറയോടൊപ്പം ഇരുന്ന് ബിടെക്കും എംടെക്കുകാരുടെ കൂടെ ഇരുന്ന് ഒരു ബാങ്ക് ടെസ്റ്റോ ഒരു കേരള പോലീസിൻ്റെ SIയോ എക്സൈസ് ഇൻസ്പെക്ടറോ ISROയിലൊക്കെ ജോലി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഒരു ദാനമായിട്ടല്ല. കാരണം ഒരു 10ാം ക്ലാസ്സുകാരനാണ് ഈ ബിടെക്കും എംടെക്കുകാരൻ്റെ കൂടെ ഇരുന്ന് അതേ കട്ട് ഓഫ് മാർക്കിൽ ഈ ഒരു ജോലി നേടിയെടുക്കുന്നത്. അത് പലരും പറയും ഈ എക്സ് സർവീസ്മാൻ ആയതുകൊണ്ടല്ലേ. ഞങ്ങൾക്ക് എക്സ് സർവീസ്മാൻ ആയതുകൊണ്ട് വെറും ഒരു ചെറിയൊരു ഗ്രേസ് മാർക്ക് മാത്രമാണ് അത് നമുക്ക് കിട്ടുന്നത്. അതും ആ കട്ട് ഓഫിൽ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ അത് വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഇവിടെ വന്ന് ഈ എംടെക്കും ബിടെക്കുകാരുടെ കൂടെ ഇരുന്ന് അത് എഴുതുന്നുണ്ടെങ്കിൽ, എഴുതി അത് ഞങ്ങളത് ജോലി വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒരു യൂണിവേഴ്സിറ്റി തന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫലമായിട്ടല്ല, ഇന്ത്യൻ ആർമി പഠിപ്പിച്ച ആ ഒരു സഹനത്തിൻ്റെയും ആ ഒരു ഡിസിപ്ലിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ ജോലി വാങ്ങുന്നത്. അത് കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് തീരെ എക്സ് സർവീസ്മാൻ എന്നുള്ളതിന് പറയും ആകപ്പാടെ കിട്ടുന്ന ഏജ് റിലാക്സേഷൻ മാത്രമാണ്. അതുകൊണ്ട് എക്സ് സർവീസ്മാൻ ആയതുകൊണ്ടല്ല, ഞങ്ങളുടെ കഠിനമായ ഫലത്തിൻ്റെ ഫലമായിട്ടാണ് രണ്ടാമത്തെ 45-46 വയസ്സിൽ വന്ന് ഒരു ജോലി നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.